2025 ഫെബ്രുവരി മാസം 21 വയസ്സുള്ള അശ്വിനി എന്ന യുവാവ് ഡൽഹിയിൽ നിന്ന് ഉത്തർപ്രദേശിലുള്ള പ്രയാഗ്രാജ് എന്ന സ്ഥലത്ത് തന്റെ അമ്മയെ തിരഞ്ഞ് ട്രെയിനിൽ പോവുകയായിരുന്നു. ഞാൻ ഈ ഡേറ്റും പ്രയാഗ്രാജ് എന്ന സ്ഥലവും പറഞ്ഞപ്പോൾ തന്നെ തീർച്ചയായും നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാകും. അതെ, കുംഭമേള നടന്ന ഈ പ്രയാഗ്രാജ് എന്ന സ്ഥലത്തേക്കാണ് തന്റെ അമ്മയെ തിരഞ്ഞ് അവൻ പോയത്. കുംഭമേള എന്ന് പറഞ്ഞാൽ തന്നെ തീർച്ചയായും മൊണാലിസയെ നിങ്ങൾ മറന്നിട്ടുണ്ടാകില്ല. ഇത് കൂടാതെ അവിടെ ഒരുപാട് സംഭവങ്ങൾ നടന്നിട്ടുണ്ട്. ആ ഒരു സമയത്ത് വൈറലായ ഒരുപാട് സംഭവങ്ങൾ ഉണ്ടായിരുന്നു. ഒരു കൈക്കുഞ്ഞിനെ ചുമന്ന് ഡ്യൂട്ടി നോക്കുന്ന പോലീസ് ഓഫീസറെയും ട്രെയിനിൽ ഇടിച്ചു കയറി വെള്ളമൊഴിച്ച് ട്രെയിൻ നശിപ്പിക്കുന്നതും യാത്രക്കാരെ ശല്യം ചെയ്യുന്നതുമായ പല കാഴ്ചകൾ വൈറലായിരുന്നു. വലിയ വലിയ രാഷ്ട്രീയ പ്രവർത്തകർ, സിനിമ ആക്ടേഴ്സ്, ബിസിനസ്സുകാർ, ഇങ്ങനെ ഒരുപാട് പേർ ഈ കുംഭമേളയിൽ പങ്കെടുക്കുകയും അവിടെയുള്ള ജലത്തിൽ കുളിക്കുകയും ചെയ്തു. എന്നാൽ ആ ജലം ശുദ്ധമല്ല എന്നുള്ള വാർത്തകളൊക്കെ ഇന്റർനെറ്റിൽ സംസാരിച്ചതാണ്. ഇത് കൂടാതെ കുംഭമേളയിലേക്ക് വന്ന അത്രയും വലിയ ജനക്കൂട്ടം, ആ ഇവന്റ് കാരണം ഗവൺമെന്റിന് ലഭിച്ച ലാഭം, ഇങ്ങനെ കുംഭമേളയെ കുറിച്ച് പറയുകയാണെങ്കിൽ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ പറയാൻ സാധിക്കും. ട്രാൻസ്പോർട്ട് വഴി 1,50,000 കോടി സമ്പാദിച്ചിട്ടുണ്ട്. ഹോട്ടൽ ബിസിനസ് വഴി 40,000 കോടി രൂപ സമ്പാദിച്ചു. 130 വള്ളങ്ങൾ ഇറക്കി അതുവഴി 30 കോടി രൂപയോളം വരുമാനം ലഭിച്ചു. പ്രസാദം വഴി 20,000 കോടി രൂപയും ടോൾ ഗേറ്റ് വഴി 300 കോടി രൂപ. ഇങ്ങനെ നമുക്ക് കണക്കുകൾ ഒരുപാട് പറയാൻ സാധിക്കും. ഗവൺമെന്റിന് ഒരു വലിയ ലാഭം തന്നെ ഇതുവഴി ലഭിച്ചു. ഇങ്ങനെ ഒരു സ്റ്റേറ്റ്മെന്റ് അടുത്തിടെ CM തന്നെ പുറത്തിറക്കി. ഇങ്ങനെ ഇത്രയും വലിയ സംഭവങ്ങൾ നടന്ന ആ കുംഭമേള ഫംഗ്ഷനിലായിരുന്നു ഈ അശ്വിനിയുടെ അമ്മ കാണാതായത്. അവൻ ഈ ഇവന്റ് നടന്ന സ്ഥലത്തേക്ക് പോയ സമയത്ത് ആ കുംഭമേള പീക്കിലായിരുന്ന സമയമായിരുന്നു. ഇന്ത്യ മുഴുവനിലെയും ഒരുപാട് ജനങ്ങൾ ഈ കുംഭമേളയിൽ പങ്കെടുക്കാനായി പോയിരുന്നു. അങ്ങനെയുള്ള അത്രയും വലിയ കൂട്ടത്തിൽ അശ്വിനിയെ കൊണ്ട് തന്റെ അമ്മയെ കണ്ടുപിടിക്കാൻ സാധിച്ചോ ഇല്ലയോ? അവന്റെ അമ്മ എവിടെയാണ് പോയത്? അവർക്ക് എന്ത് സംഭവിച്ചു? കുംഭമേളയിൽ നടന്ന വളരെ ക്രൂരമായ പ്രധാനപ്പെട്ട സംഭവത്തെക്കുറിച്ചാണ് നമ്മൾ അറിയാൻ പോകുന്നത്. തീർച്ചയായും നിങ്ങളിത് എവിടെയും അറിഞ്ഞിരിക്കാനുള്ള സാധ്യതയില്ല. വീഡിയോ അവസാനം വരെയും സ്കിപ്പ് ചെയ്യാതെ കാണുക. ഡൽഹിയിലുള്ള ത്രിലോക്പുരി എന്ന സ്ഥലത്തെ അശോക് ബാൽമുഖി, മീനാക്ഷി എന്ന ദമ്പതികൾക്ക് മൊത്തം 3 മക്കളാണ്. ആദ്യം ഈ അശ്വിനി, അടുത്ത് ആദർശ്, ആസിസ് എന്ന 2 സഹോദരങ്ങളുമുണ്ട്. അശോക് അവിടെ മുനിസിപ്പാലിറ്റി കോർപ്പറേഷനിൽ ക്ലീനിങ് ജോലിയാണ് ചെയ്യുന്നത്. മീനാക്ഷി ഹൗസ് വൈഫാണ്. സാധാരണ ഭാര്യ ഭർത്താക്കന്മാർക്കിടയിൽ ഉണ്ടാകാറുള്ള ചെറിയ പിണക്കങ്ങളും വഴക്കുകളും മാത്രം. ജീവിതം വളരെ നന്നായി തന്നെ പോകുന്നു. 3 മക്കളുമായി സന്തോഷകരമായി പോവുകയാണ്. ഇങ്ങനെ ഈ ഒരു സമയത്താണ് കുംഭമേള ഫംഗ്ഷന് എനിക്കും പോകണമെന്ന് മീനാക്ഷി പറഞ്ഞത്. അവരത് ഒരുപാട് ആഗ്രഹിച്ചിരുന്നു. അങ്ങനെ ഭർത്താവായ അശോകിനോട് ഇതിനെക്കുറിച്ച് പറയുമ്പോൾ ഞാൻ നിന്നെ കൊണ്ടുപോകാമെന്ന് അദ്ദേഹം പറഞ്ഞു. മീനാക്ഷിക്ക് ഇങ്ങനെ യാത്രയൊക്കെ പോവുക എന്നുള്ളത് വളരെ റെയറായിട്ട് സംഭവിക്കുന്ന കാര്യമാണ്. അതും ഹിന്ദു ഫാമിലിയുള്ള ഇവർക്ക് ഒരുപാട് ഭക്തിയുള്ളത് കൊണ്ട് തീർച്ചയായും കുംഭമേളയിൽ പങ്കെടുക്കണമെന്ന ആഗ്രഹം ദിവസവും ഉണ്ടായി. അങ്ങനെ ഫെബ്രുവരി മാസം 17-ാം തീയതി, അതായത് അശ്വിനി തന്റെ അമ്മയെ തിരഞ്ഞു പോകുന്നതിന് 4 ദിവസങ്ങൾക്ക് മുൻപാണ്, ഫെബ്രുവരി മാസം 17-ാം തീയതി 2025, ഭാര്യ ഭർത്താവ് 2 പേരും ട്രെയിനിൽ കയറി പ്രയാഗ്രാജിലേക്ക് വരികയും അവിടെയുള്ള കുംഭമേളയിൽ പങ്കെടുത്ത് കുളിക്കുകയും ചെയ്തു. പിന്നീട് കുംഭമേള ഫംഗ്ഷനിൽ ഒരുപാട് ദൂരം നടന്നു പോയതുകൊണ്ടും ജനങ്ങളുടെ തിരക്കവിടെ അധികമായതുകൊണ്ടും കുളിച്ചതിനു ശേഷം അവർക്ക് വല്ലാത്ത ക്ഷീണം തോന്നി. അങ്ങനെ 2 പേരും ചിന്തിച്ചത് നമുക്കൊരല്പം വിശ്രമിച്ചിട്ട് അടുത്ത ദിവസം വീട്ടിലേക്ക് പോകാമെന്ന് കരുതി. അങ്ങനെ അവിടെ എവിടെയെങ്കിലും റൂം കിട്ടുമോ എന്ന് തിരഞ്ഞു നോക്കി. ഒരുപാട് പേർ പല ദിവസങ്ങൾക്ക് മുൻപേ വന്ന് അവിടെയുള്ള റൂമുകളെല്ലാം ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് അവർക്ക് അവിടെ നിന്ന് പ്രത്യേകിച്ച് മുറികളൊന്നും കിട്ടിയില്ല. പക്ഷെ മറ്റൊരു വിവരം അറിയാൻ സാധിച്ചു. ഈ കുംഭമേളയിൽ പങ്കെടുക്കാൻ ഒരുപാട് ജനങ്ങൾ വരുന്നത് കൊണ്ടും അവർക്ക് ആവശ്യമായ സൗകര്യങ്ങൾ അവിടെ കുറവായതുകൊണ്ടും റൂമുകൾ കിട്ടാത്തത് കൊണ്ടും ആ പരിസരത്ത് താമസിക്കുന്ന ജനങ്ങൾ തന്നെ അവരുടെ വീടിന്റെ ഒരു മുറി അല്ലെങ്കിൽ ഒരു ഫ്ലോർ റെന്റിന് കൊടുത്തിരുന്നു. അങ്ങനെ ഇവർക്കും ഒരു മുറി വാടകയ്ക്ക് കൊടുത്ത വ്യക്തി ഇവരുടെ പക്കൽ നിന്നും യാതൊരു ID കാർഡും വാങ്ങിയില്ല. അവർ താമസിച്ചിരുന്ന വീട്ടിലും യാതൊരു CCTVയും ഇല്ല. ഈ ഒരു സാഹചര്യത്തിലാണ് അടുത്ത ദിവസം അശോക് എഴുന്നേറ്റ് നോക്കിയപ്പോൾ ഭാര്യയായ മീനാക്ഷി അവിടെ ഇല്ല. പല സ്ഥലങ്ങളിൽ മീനാക്ഷിയെ തിരഞ്ഞു നോക്കി, എവിടെയും കണ്ടെത്താൻ സാധിച്ചില്ല. അത്രയും വലിയ കൂട്ടത്തിനിടയിൽ ഒരുപാട് സമയം തിരഞ്ഞു. പോലീസ് സ്റ്റേഷനിൽ ചെന്ന് കംപ്ലൈന്റ് കൊടുത്തു. പക്ഷെ എവിടെ തിരിഞ്ഞിട്ടും ഭാര്യയെക്കുറിച്ച് യാതൊരു വിവരവും ഇല്ല. ഭയന്നുപോയ അശോക് പെട്ടെന്ന് തന്നെ മകൻ അശ്വിനിക്ക് ഫോൺ ചെയ്ത് പറഞ്ഞു. പിന്നീടായിരുന്നു മൂത്ത മകനായ അശ്വിനി
ഫെബ്രുവരി മാസം 21-ാം തീയതി സുരേന്ദ്ര എന്ന തന്റെ അങ്കിളിനെയും ആദർശ് എന്ന സഹോദരനെയും വിളിച്ചുകൊണ്ട് ഈ കുംഭമേള നടക്കുന്ന സ്ഥലത്തേക്ക് വരുന്നു. സാധാരണ ഇങ്ങനെയുള്ള ഫംഗ്ഷൻസ് നടക്കുമ്പോൾ, ഒരുപാട് ജനങ്ങൾ വരുന്ന എന്തെങ്കിലും ഒരു ഇവന്റ് നടക്കുമ്പോൾ ആരെങ്കിലും ഇങ്ങനെയൊക്കെ മിസ്സാകുമെന്ന് പോലീസിന് അറിയാം. അതുകൊണ്ട് തന്നെ അവർ പല സ്ഥലങ്ങളിലായി മിസ്സിംഗ് ബൂത്ത് നൽകും. അതുപോലെയാണ് ഈ കുംഭമേള നടക്കുന്ന ഈ സ്ഥലങ്ങളിലും പോലീസ് ഒരുപാട് സ്ഥലങ്ങളിൽ മിസ്സിംഗ് ബൂത്ത് നൽകിയിരുന്നു. അവിടെ ചെന്ന് എൻ്റെ അമ്മ ഫെബ്രുവരി മാസം 17-ാം തീയതി കുംഭമേള ഫംഗ്ഷന് വന്നിരുന്നു, അവരെ കാണാതായി എന്ന് തൻ്റെ അമ്മയുടെ ഫോട്ടോയും അവിടെ കാണിച്ചു കൊടുത്ത് ഒരു കംപ്ലൈൻറ്റ് പറഞ്ഞു. ആ ഫോട്ടോ കണ്ടതും പോലീസ് ഓഫീസർ തന്നെ ഞെട്ടിപ്പോയി. അതിന് കാരണം അവൻ കംപ്ലൈൻറ്റ് കൊടുക്കാൻ വരുന്നതിന് 3 ദിവസങ്ങൾക്ക് മുൻപാണ് അതേ പ്രദേശത്തുള്ള ഒരു വീട്ടിൽ വയസ്സായ ദമ്പതികൾക്ക്, ഈ കുംഭമേളയിൽ പങ്കെടുക്കാൻ വന്ന വയസ്സായ ദമ്പതികൾക്ക് ഒരാൾ മുറി വാടകയ്ക്ക് കൊടുത്തിരുന്നു. എന്നാൽ അടുത്ത ദിവസം ഒരാൾ മാത്രമായിരുന്നു ആ വീട്ടിൽ നിന്നും പുറത്തേക്ക് പോയത്. മറ്റൊരാൾ എന്തുകൊണ്ട് പോയില്ല എന്നറിയാനായി വീട് പോയി പരിശോധിച്ചപ്പോഴായിരുന്നു ആ വീടിന്റെ ബാത്റൂമിൽ ഒരു സ്ത്രീ കഴുത്ത് അറുക്കപ്പെട്ട അവസ്ഥയിൽ രക്തം വാർന്നു കിടക്കുന്നത് ആ വീടിന്റെ ഉടമസ്ഥൻ കണ്ടത്. പെട്ടെന്ന് തന്നെ പോലീസിനെ വിളിച്ച് വിവരം അറിയിച്ചു. പോലീസും സംഭവ സ്ഥലത്തേക്ക് ചെന്ന് നോക്കി. പോലീസ് വന്ന് ഹൗസ് ഓണറെ ചോദ്യം ചെയ്തു. പക്ഷെ വീട് വാടകയ്ക്ക് കൊടുത്തപ്പോൾ യാതൊരു ID കാർഡും വാങ്ങാതെയായിരുന്നു കൊടുത്തത്. കൂടാതെ അത്രയും വലിയ തിരക്കിനിടയിൽ അന്ന് ആ വീട്ടിൽ നിന്നും പുറത്തേക്ക് പോയ വ്യക്തിയെ എങ്ങനെയാണ് കണ്ടെത്താൻ സാധിക്കുക? പോലീസും ചെറിയ രീതിയിലുള്ള തിരച്ചിലൊക്കെ നടത്തി. പക്ഷെ അവരെ കൊണ്ട് അയാളെ കണ്ടെത്താൻ സാധിച്ചില്ല. എന്തായാലും ഈ തിരക്കുകളൊക്കെ ഒന്ന് അവസാനിച്ചതിന് ശേഷം കേസ് അന്വേഷിക്കാം എന്ന് ചിന്തിച്ചുകൊണ്ടിരിക്കുന്ന സമയത്തായിരുന്നു 4 ദിവസം കഴിഞ്ഞ് അശ്വിനി തന്നെ വന്ന് ഇങ്ങനൊരു കംപ്ലൈന്റ് കൊടുത്തത്. ആ ഫോട്ടോ കണ്ടപ്പോൾ തന്നെ പോലീസിന് വലിയ ഞെട്ടലായി. അതെ, അന്നത്തെ ദിവസം ആ വീട്ടിൽ താമസിച്ചത് മറ്റാരും അല്ല, അശ്വിനിയുടെ അച്ഛനും അമ്മയുമായ അശോകും മീനാക്ഷിയുമായിരുന്നു. ഉടൻ തന്നെ പോലീസ് ഓഫീസർ അന്ന് ആ ബാത്റൂമിൽ മരിച്ചു കിടന്ന സ്ത്രീയുടെ ഫോട്ടോ അശ്വിനെ കാണിച്ചു. അത് തൻ്റെ അമ്മയാണെന്ന് അവനും സ്ഥിരീകരിച്ചു. പെട്ടെന്ന് തന്നെ അടുത്ത ഘട്ട തീരുമാനങ്ങൾ പോലീസ് എടുത്തു. അശ്വിനിയോട് എന്ത് സംഭവിച്ചു എന്ന് ചോദിക്കാൻ തുടങ്ങി. 18-ാം തീയതി അച്ഛൻ എന്നെ വിളിച്ചു, അമ്മ കാണാതായി എന്നെന്നോട് പറഞ്ഞു. പക്ഷെ അദ്ദേഹം പറഞ്ഞപ്പോൾ തന്നെ എനിക്ക് ചില സംശയം വന്നിരുന്നു. അതുകൊണ്ടാണ് ഞാൻ എൻ്റെ അങ്കിളും സഹോദരനുമായി അമ്മയെ തിരഞ്ഞ് ഇവിടെ വന്നതെന്നും പറഞ്ഞു. എന്നാൽ പോലീസുകാർക്കും ആ ഒരു കേസ് വലിയൊരു വെല്ലുവിളിയായിരുന്നു. തുടർന്ന് അവൻ്റെ അച്ഛന് ഫോൺ ചെയ്ത് നോക്കി. ഫോൺ സ്വിച്ച് ഓഫ് ആയിരുന്നു. ചില സമയങ്ങളിൽ റിങ് പോകുന്നുണ്ട്, പക്ഷെ കോൾ അറ്റൻഡ് ചെയ്യുന്നില്ല. അടുത്ത് എന്ത് ചെയ്യാം എന്ന് ചിന്തിച്ചുകൊണ്ടിരുന്ന സമയത്തായിരുന്നു അശ്വിനിയുടെ അച്ഛനായ അശോക്, അതായത് പോലീസ് തിരയുന്ന അശോക്, തൻ്റെ സോഷ്യൽ മീഡിയയിൽ ചില ഫോട്ടോസും വീഡിയോസും ഇട്ടിരുന്നു. അതും ഈ കുംഭമേളയിൽ വന്ന് കുളിച്ചിട്ട് പോയതിനു ശേഷം. ആ ടൈമും ഡേറ്റും എല്ലാം വെച്ച് നോക്കുമ്പോൾ അയാൾ ആ സമയത്ത് എവിടെയായിരുന്നു എന്നുള്ള ചില ഊഹങ്ങളിൽ പോലീസ് എത്തി. അങ്ങനെ ആ സ്ഥലത്ത് ചെന്ന് പോയി അന്വേഷിച്ചപ്പോൾ അവിടെ ഭാഗ്യത്തിനൊരു CCTV ഉണ്ടായിരുന്നു. ആ CCTV ഫുട്ടേജസിൽ ഫെബ്രുവരി മാസം 17-ാം തീയതി അയാൾ അവിടെ വന്നിരുന്നോ എന്നുള്ളത് നോക്കുന്നു. ആ സമയത്ത് അശോകും മീനാക്ഷിയും നടന്നു പോകുന്ന കാഴ്ചകളെല്ലാം അതിലുണ്ടായിരുന്നു. അങ്ങനെയാണെങ്കിൽ തീർച്ചയായും അശോക് തന്നെ മീനാക്ഷി എന്തോ ചെയ്തുവെന്ന് മനസ്സിലായി. എന്നാൽ ഈ കൂട്ടത്തിൽ അയാൾ എങ്ങനെ കണ്ടെത്തും, എങ്ങനെ അയാളെ പിടിക്കും എന്ന് ചിന്തിച്ചു കൊണ്ടിരിക്കുമ്പോഴായിരുന്നു പോലീസുകാർക്ക് തന്നെ ഒരു ഐഡിയ തോന്നിയത്. എന്തായാലും അശ്വിനി തന്റെ അമ്മയെ തിരക്കി ഇവിടെ വന്നു. പോലീസിൽ വന്ന് ഇങ്ങനെ ഒരു കംപ്ലൈന്റ് കൊടുത്തു. പോലീസ് അവർ അന്വേഷിക്കുകയാണ്. ഇക്കാര്യങ്ങൾ ഒന്നും തന്നെ ഒരു പക്ഷേ അശോകിന് അറിയാൻ വഴിയില്ല. അങ്ങനെയാണെങ്കിൽ അശ്വിനെ വെച്ച് തന്നെ നമുക്ക് അയാളെ പിടിക്കാമെന്ന് പോലീസ് ചിന്തിച്ചു. ഉടൻ അശ്വിനി അച്ഛന് ഫോൺ ചെയ്തു. ഒരുപാട് സമയം വിളിച്ചു, അറ്റൻഡ് ചെയ്തില്ല. എങ്കിലും ഒരു തവണ അറ്റൻഡ് ചെയ്തു. നടന്ന സംഭവങ്ങളെല്ലാം എനിക്കറിയാം, ഞാൻ ആരോടും പറയില്ല, നമുക്ക് രഹസ്യമായി കാണാം, ഇതൊന്നും ആരും അറിയില്ല എന്ന് അശ്വിനി അച്ഛനോട് പറഞ്ഞു. അങ്ങനെ അശോക് തൻ്റെ മകനെ കാണാനായി ഒരു സ്ഥലത്ത് വന്നു. അവിടെ പോലീസ് ഓഫീസർ വരികയും അയാൾ അറസ്റ്റും ചെയ്തു. അശോകിനെ കസ്റ്റഡിയിലെടുത്ത് പോലീസ് ചോദ്യം ചെയ്യാൻ തുടങ്ങി. അപ്പോഴായിരുന്നു സത്യത്തിൽ എന്ത് സംഭവിച്ചു, തൻ്റെ ഭാര്യയെ അയാൾ എന്തിനു കൊന്നു എന്നുള്ളത് പറയാൻ തുടങ്ങിയത്. ഇവർക്ക് രണ്ടുപേർക്കും വിവാഹം കഴിഞ്ഞ് 25 വർഷത്തോളമായി. എത്ര തന്നെ ഭാര്യ ഭർത്താക്കന്മാർക്കിടയിൽ ചെറിയ ചെറിയ പിണക്കങ്ങളും ഇണക്കങ്ങളും ഉണ്ടെങ്കിലും ദിവസം കഴിയുന്തോറും അത് വർദ്ധിച്ചുകൊണ്ട് വന്നു. ഒരു ഘട്ടത്തിൽ അശോകിന് മറ്റൊരു സ്ത്രീയുമായി ഒരു ഇല്ലീഗൽ റിലേഷൻഷിപ്പ് ഉണ്ടെന്ന് മീനാക്ഷി കണ്ടെത്തി. അങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഇക്കാര്യം പറഞ്ഞ് വഴക്കുണ്ടായി. അതുകൊണ്ട് തന്നെ അശോക് ഒരുപാട് തവണ മീനാക്ഷിയെ വഴക്ക് പറയുകയും അടിക്കുകയും ചെയ്യും. ആ സമയമെല്ലാം അശോകിന്റെ മനസ്സിലുണ്ടായിരുന്ന ഒരേ ഒരു കാര്യം, മീനാക്ഷിയെ തന്റെ ജീവിതത്തിൽ നിന്നും എങ്ങനെയെങ്കിലും അടർത്തി മാറ്റിയാൽ തനിക്ക് സമാധാനത്തോടു കൂടി ജീവിക്കാം. ആ സമയത്തായിരുന്നു മീനാക്ഷി തന്നെ അതിനായിട്ടുള്ള ഒരു സാഹചര്യം ഒരുക്കി കൊടുത്തത്. കുംഭമേള ഫംഗ്ഷൻ TV-യിൽ കണ്ട മീനാക്ഷിക്ക് തനിക്കും അവിടെ പോകണമെന്നുള്ള ആഗ്രഹം വന്നു. അങ്ങനെ അത് ഭർത്താവിനോടും മക്കളോടും പറഞ്ഞു. ഇത് തന്നെയാണ് ശരിയായ സന്ദർഭം എന്ന് ചിന്തിച്ച അശോക് ഭാര്യയെ അവിടെ കൊണ്ടുപോയി. ഭാര്യയ്ക്ക് യാതൊരു സംശയം വരാതെ
വളരെ നല്ല രീതിയിൽ നാടകം കളിച്ചു. പിന്നീടായിരുന്നു ആ സ്ഥലത്ത് എവിടെയും മുറി കിട്ടാത്തത് കൊണ്ട് ഒരു വില്ലേജിലെ വീട്, ആ വീടിന്റെ ഉള്ളിലെ ഒരു മുറി അവർക്ക് റെന്റിന് കിട്ടി. അവിടെ CCTV ഉണ്ടോ, വീട് റെന്റിന് കൊടുക്കുന്നവർ ID പ്രൂഫ് ചോദിക്കുന്നുണ്ടോ എന്നുള്ളതെല്ലാം അയാൾ ശ്രദ്ധിച്ചു. എന്നാൽ അയാൾ ചിന്തിച്ചതുപോലെ ഒന്നും സംഭവിക്കാത്തത് കൊണ്ട് ഇതാണ് ശരിയായ സ്ഥലം എന്നും ചിന്തിച്ചു. സത്യത്തിൽ ഈ സാഹചര്യമെല്ലാം അയാൾക്ക് അനുകൂലമായി തന്നെ മാറി. അങ്ങനെ അന്നത്തെ ദിവസം യാതൊരു കാരണവുമില്ലാതെ ഭാര്യയോട് തർക്കിക്കാൻ തുടങ്ങി. പിന്നീടായിരുന്നു ബാഗിൽ മറച്ചു വെച്ചിരുന്ന മൂർച്ചയുള്ള കത്തിയെടുത്ത് ഭാര്യയുടെ കഴുത്തറുത്തു. രാവിലെ തന്നെ ആ വീട്ടിൽ നിന്നും ഇറങ്ങി രക്ഷപ്പെടുകയും മകനെ വിളിച്ച് ഭാര്യയെ കാണാനില്ല എന്നും പറയുകയും ചെയ്തു. സത്യം പോലീസുകാരും മകനും അറിഞ്ഞപ്പോൾ അവർക്ക് പോലും വിശ്വസിക്കാൻ സാധിച്ചില്ല. പക്ഷേ ഇത് നടക്കുന്നതിന് മുൻപ്, ഏകദേശം ഒരു 2 മാസത്തിന് മുൻപ് ഇതേ മീനാക്ഷിയെ ഹരിദ്വാർ എന്ന സ്ഥലത്തേക്ക് കൊണ്ടുപോയി. അവിടെയും അവളെ കൊല്ലാനായി ഒരു പദ്ധതി ഇട്ടിരുന്നു. പക്ഷെ ശരിയായ സന്ദർഭം ലഭിക്കാത്തത് കൊണ്ട് കുംഭമേള ഫംഗ്ഷനെ തനിക്ക് അനുകൂലമാക്കി മാറ്റി. ഇത് അശോക് തന്നെയായിരുന്നു പോലീസിനോട് പറഞ്ഞത്. ഇപ്പോഴും ഈ ഒരു കേസ് നടക്കുകയാണ്. ഇയാൾക്ക് എന്ത് ശിക്ഷ ലഭിക്കുമെന്ന് നമുക്കറിയില്ല. കാത്തിരുന്ന് തന്നെ കാണാം. അശോക് ചിന്തിച്ചത് കൊലപാതകം ചെയ്തിട്ട് എളുപ്പത്തിൽ രക്ഷപ്പെടാം, ഇത്ര വലിയ കൂട്ടത്തിൽ തന്നെ എങ്ങനെ കണ്ടുപിടിക്കുമെന്നൊക്കെ ചിന്തിച്ചു. പക്ഷേ അയാൾ ഒട്ടും പ്രതീക്ഷിക്കാത്ത രീതിയിൽ സ്വന്തം മകൻ കാരണം താൻ അകപ്പെടുമെന്ന് അയാൾ ഒട്ടും ചിന്തിച്ചിട്ടുണ്ടാകില്ല. ഒരു ദാമ്പത്യ ബന്ധത്തിനിടയിൽ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു റിലേഷൻഷിപ്പിനിടയിൽ പരസ്പരം ഇഷ്ടപ്പെട്ടില്ല എന്നുണ്ടെങ്കിൽ അവരെ വിട്ട് നമ്മൾ വേർപിരിഞ്ഞ് ജീവിക്കാനായി ശ്രമിക്കണം. എന്നാൽ അതൊന്നുമല്ലാതെ അവരെ കൊല്ലണം എന്ന് ചിന്തിക്കുന്നത് ഒരിക്കലും ന്യായീകരിക്കാൻ കഴിയാത്ത കാര്യമാണ്. ഇങ്ങനെയുള്ള ചില ഭ്രാന്തന്മാരും നമുക്ക് ചുറ്റുമുണ്ട്. കുംഭമേളയിൽ വൈറലായ ഒരുപാട് കാര്യങ്ങൾക്കിടയിൽ മറഞ്ഞുപോയ ഒരു ക്രൂരമായ കുറ്റകൃത്യത്തിന്റെ കഥയാണിത്. അറിയില്ല, ഒരുപക്ഷെ കുംഭമേളയിൽ നടന്ന നല്ല കാര്യങ്ങൾ മാത്രമായിരിക്കും നമ്മൾ അറിഞ്ഞിട്ടുള്ളത്. ഇതുപോലുള്ള ക്രൂരമായ കുറ്റകൃത്യങ്ങൾ ഒരുപക്ഷെ ഒന്നിലധികം അവിടെ സംഭവിച്ചിട്ടുണ്ടാകാം. ഈ ഒരു കേസിനെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം കമന്റിൽ പറയുക. ഇങ്ങനെയുള്ള വീഡിയോസ് കാണാൻ താല്പര്യമുള്ളവരാണ് നിങ്ങളെങ്കിൽ ഇപ്പോൾ തന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം.